സുരേഷ് ഗോപിയോ സിനിമ നടൻ കള്ളിക്കോടൻ നാഗേഷ് നെഞ്ഞിന് കുത്തിപ്പിടിച്ച് അടിച്ച് ഇതാക്കാൻ ഞാനെവിടെ ഉടുപ്പ് അയച്ചു വെക്കാൻ പറ്റുന്ന സമയം വേണ്ട മനസ്സിലായി എനിക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ രാഷ്ട്രീയം ഇവിടെയല്ല. തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്കുമിടയിൽ മാധ്യമങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കാതെ പോയ വാർത്തയാണ് കെ സുധാകരന്റെ വിശ്വസ്തനും DCC ജനറൽ സെക്രട്ടറിയുമായ കള്ളിക്കോടൻ രാഗേഷിന്റെ അറസ്റ്റ്. 1.67 കോടി രൂപയുടെ അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് കേസിൽ തമിഴ്നാട് പോലീസാണ് രാഗേഷിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഉടൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം തുടങ്ങുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടാതെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വീഡിയോ അവസാനം വരെ മറക്കാതെ കാണുക. സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിൽ നിന്നും രാഗേഷ് പ്രസിഡന്റായ കണ്ണൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പല ഘട്ടങ്ങളിലായി 1/2 കോടിയോളം രൂപ എത്തിയതായാണ് തമിഴ്നാട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പണം എത്തിയ സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. ആദ്യം പണം എത്തിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായാണ്. 20 ലക്ഷം രൂപയാണ് അന്ന് എത്തിയത്. പിന്നീട് അതിനുശേഷവും പണമെത്തി. അതായത് 1-2 മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് 30 ലക്ഷത്തോളം രൂപ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പണമൊഴുക്ക് നടന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സൈബർ തട്ടിപ്പ് പണം ഉപയോഗിച്ചോ എന്ന ഗുരുതരമായ സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കേസിലെ ഏറ്റവും ദുരൂഹമായ വശം ബാങ്ക് ഇടപാടുകൾക്കായി നൽകിയിരുന്ന വിവരങ്ങളും മൊബൈൽ നമ്പറുമാണ്. സാധാരണഗതിയിൽ ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ ഫോൺ നമ്പറാണ്. എന്നാൽ ഇവിടെ അന്തരിച്ച ഒരു INTUC നേതാവിന്റെ മകളുടെ ഫോൺ നമ്പറാണ് SBI അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. തട്ടിപ്പ് പുറത്തറിയാതിരിക്കാനും നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായാണ് ഇത്തരത്തിൽ ചുമതലയോ ഉത്തരവാദിത്തമോ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിരിക്കുന്നത്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സേലം സ്വദേശി ബാലമുരുകൻ നൽകിയ പരാതിയിൽ തമിഴ്നാട് സൈബർ ക്രൈം വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് 1.67 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അക്കൗണ്ടിൽ നിന്ന് സൊസൈറ്റി അക്കൗണ്ടിലേക്ക് പണമെത്തിയത് കണ്ടെത്തിയത്. സൊസൈറ്റി അക്കൗണ്ടിൽ പണമെത്തിയത് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സൈഹണ്ടിൽ കണ്ണൂർ ടൗൺ പോലീസും കണ്ടെത്തിയിരുന്നു. ഈ വിവരം പോർട്ടലിൽ അപ്ലോഡ് ചെയ്തതോടെയാണ് തമിഴ്നാട് പോലീസ് കണ്ണൂരിലേക്ക് എത്തിയത്. പൊതുവെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നടക്കുന്ന ചെറിയ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് അത്തരത്തിലുള്ള ഒരു പ്രാദേശിക തട്ടിപ്പല്ല. മറിച്ച് തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സൈബർ ക്രിമിനലുകളുമായി ബന്ധമുള്ള ഒരു വൻ റാക്കറ്റിന്റെ കണ്ണിയായാണ് രാഗേഷ് പ്രവർത്തിച്ചിരുന്നത്. രാഗേഷ് പ്രസിഡന്റായ കണ്ണൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ പണം സൊസൈറ്റിയെ മറയാക്കി വെളുപ്പിച്ചെടുക്കാനാണ് രാഗേഷ് ശ്രമിച്ചത്. സൈബർ തട്ടിപ്പ് വഴി ലഭിക്കുന്ന പണം ഏജൻസികൾ ട്രേസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പല അക്കൗണ്ടുകളിലൂടെ മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ലെയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രാഗേഷ് നടത്തിയിരിക്കുന്നതും ഈ ലെയറിംഗ് തന്നെയാണ്. അതിനാണ് അന്തരിച്ച INTUC നേതാവിന്റെ മകളുടെ ഫോൺ നമ്പറൊക്കെ ബന്ധിപ്പിച്ച അക്കൗണ്ടിലൊക്കെ പണം കൈകാര്യം ചെയ്തത്. അനധികൃത പണം കൈകാര്യം ചെയ്യാനായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന മണി മ്യൂൾ എന്ന രീതി തന്നെയാണ് ഈ കേസിലും കാണാൻ കഴിയുന്നത്. സാധാരണക്കാരെ ഓൺലൈൻ ട്രേഡിംഗ് വഴിയോ ക്രിപ്റ്റോ നിക്ഷേപങ്ങൾ വഴിയോ ഒക്കെ വഞ്ചിച്ച് തട്ടിയെടുക്കുന്ന പണം ഇത്തരത്തിൽ രാഷ്ട്രീയ സംരക്ഷണമുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും പിന്നീട് അവ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടി നിയമപരമെന്ന രീതിയിൽ പുറത്തെത്തുകയും ചെയ്യുന്ന രീതിയാണിത്. രാഷ്ട്രീയ പരിരക്ഷ ലഭിക്കുന്നതിനാൽ ഇത്തരം അക്കൗണ്ടുകൾ പെട്ടെന്ന് പരിശോധിക്കപ്പെടില്ല എന്ന വിശ്വാസമാണ് പ്രതികളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ പണം വെളുപ്പിച്ചെടുക്കുന്നതിന് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ തുകയാണ് കമ്മീഷനായി ലഭിക്കുക. അതായത് സൈബർ കുറ്റകൃത്യം വഴി പണം തട്ടിയെടുത്തു എന്ന കേസിലല്ല കള്ളിക്കോടൻ രാഗേഷ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. അത് കള്ളപ്പണം വെളുപ്പിക്കൽ അഥവാ മണി ലോണ്ടറിംഗ് കേസാണ്. അതായത് ഈ കേസ് അന്വേഷിക്കാൻ ED എത്തുമെന്ന് ഉറപ്പാണ്. ഒഡീഷയിലും തെലങ്കാനയിലുമൊക്കെ സമാനമായ രീതിയിൽ രാഷ്ട്രീയ നേതാക്കളുടെ അക്കൗണ്ടുകൾ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ പണം കൈമാറാൻ ഉപയോഗിച്ചതായി ED തന്നെ മുൻപ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ സഹകരണ സൊസൈറ്റി അക്കൗണ്ടിലൂടെ കടന്നുപോയത് എവിടെ നിന്നുള്ള പണമാണെന്നും ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്നാണ് വന്നതെന്നും എങ്ങോട്ടാണ് പോയതെന്നും ഒക്കെ സ്ഥിരീകരിക്കാൻ ബാങ്ക് രേഖകളുടെ ഫോറൻസിക് പരിശോധന ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. ഇത്തരത്തിൽ പണം വെളുപ്പിച്ചതിന് കമ്മീഷനായി കിട്ടിയ പണം ഏതൊക്കെ അക്കൗണ്ടുകളിലേക്കാണോ പോയത് അവരൊക്കെ കുടുങ്ങും. ചെക്ക് ഉപയോഗിച്ചാണ് പണം പിൻവലിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെക്കുകളുടെ കൗണ്ടർ ഫോയിൽ അടക്കമുള്ളവ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിനങ്ങളിൽ പുറത്തു വരുമെന്ന് കരുതാം. കള്ളിക്കോടൻ രാഗേഷ് ഒന്ന് ചലിക്കണമെങ്കിൽ കെ സുധാകരൻ അനുമതി വാങ്ങിയേ ചലിക്കൂ എന്ന് കണ്ണൂരിൽ എല്ലാവർക്കും അറിയാം.
കല്ലിക്കോടൻ രാകേഷിന്റെ രക്ഷകനാണ് കെ സുധാകരൻ. വരും ദിനങ്ങളിൽ ഇഡി കൂടി കളത്തിലിറങ്ങുന്നതോടെ കളി എന്താവുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.